ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സിനൊക്കെ മാച്ചായിട്ട് ഇടാൻ പറ്റുന്നത് പോലത്തെ ഒരു ഹെയർ ബാൻഡ് ചെയ്തെടുത്താലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇലാസ്റ്റിക്കിൻ്റെ നീളം ഒരു 16 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കുന്ന പോലെ ഒന്ന് ടേപ്പ് പിടിച്ച് നോക്കിയിട്ട് അതിൽ നിന്നൊരു 3-4 ഇഞ്ചോ കുറച്ചെടുത്താൽ മതി ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത്. പിന്നെ ബോ വെച്ച് കൊടുക്കാനായിട്ട് ഒരു 8 ഇഞ്ച് നീളത്തിലും 6 ഇഞ്ച് വീതിയിലും ഒരു തുണി എടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് നീളത്തിലൊരു തുണി എടുത്തിട്ടുണ്ട്. 48 ഇഞ്ച് നീളത്തിലും ഒരു 2 ഇഞ്ച് വിഡ്ത്തിലുമാണ് തുണി എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇലാസ്റ്റിക്കിൻ്റെ കറക്റ്റ് അളവിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒന്ന് രണ്ടാക്കി ഫോൾഡ് ചെയ്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല ഭാഗം അകത്ത് വരുന്ന പോലെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ ഒന്ന് താഴം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് എക്സ്ട്രാ ആയി നിൽക്കണ ആ തുണിയൊക്കെ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടൊരു പിന്നെടുത്തിട്ട് നമുക്കൊന്ന് തിരിച്ചിടാം. നല്ല ഭാഗം പുറത്തോട്ടാക്കി എടുക്കാം. അപ്പം നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് അതേ സേഫ്റ്റി പിൻ തന്നെ ഉപയോഗിച്ച് നമുക്ക് ഇലാസ്റ്റിക് ഒന്ന് കയറ്റി കൊടുക്കാം. കറക്റ്റായിട്ട് ആ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം നമുക്കൊന്ന് അല്ലെങ്കിൽ ബാക്കിലേക്ക് ആക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിലേക്ക് ആക്കി വെച്ചിട്ട് വേണം നമുക്കൊന്ന് ഇലാസ്റ്റിക് കയറ്റി കൊടുക്കാൻ. ഇലാസ്റ്റിക് അകത്ത് പോകാതിരിക്കാൻ നമുക്കൊന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇപ്പുറത്തുകൂടി നമ്മൾ ഇലാസ്റ്റിക് പുറത്തെടുത്തിട്ട് കറക്റ്റായിട്ടൊന്ന് വലിച്ച് എല്ലാവിടെയും ഒരുപോലെ ആ ചുരുക്കൊന്ന് ആക്കിയെടുക്കുക. എന്നിട്ട് ഒരു 2-3 പ്രാവശ്യം നമുക്കൊന്ന് ലോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിവിടെ വൃത്തിയായിട്ട് ബാൻഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബോ ചെയ്തെടുക്കാനായിട്ട് നമ്മളൊരു പീസ് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഒന്ന് സെൻറ്റർ കണ്ടിട്ട് 2 അറ്റത്തുനിന്നും നമുക്കൊന്ന് സെൻറ്ററിലോട്ട് മടക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡുകൾ തമ്മിൽ രണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 ഭാഗവും ഒന്ന് ലോക്ക് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പുറവും ഇപ്പുറവും ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല ഭാഗം ഒന്ന് പുറത്തോട്ടാക്കി എടുക്കാം. അങ്ങനെ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തിരി വൃത്തിയിൽ കറക്റ്റ് ആ ഷേപ്പിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഞൊറിയിട്ടെടുക്കുന്ന പോലെ ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും ഒന്ന് മടക്കി ഒന്ന് നമുക്ക് ഇതെങ്ങനെ ആക്കിയെടുക്കാം. എന്നിട്ടൊരു സൂചിയും നൂലും ഉപയോഗിച്ച് നമുക്ക് ആ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്തെടുക്കാം. ഒരു 2-3 പ്രാവശ്യം നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ ബോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ബാൻഡിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ബാൻഡിലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആ എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത ഭാഗം ബോയിൻ്റെ അടിയിലോട്ട് വരുന്നത് പോലെ, അകത്തോട്ടല്ല ഫ്രണ്ടിലോട്ട് വരുന്നത് പോലെ വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നല്ലപോലെ ഒന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഒരു ബീഡ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതും ഒരു 2-3 പ്രാവശ്യം ഒന്ന് ഉറപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഭംഗിയുള്ള ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.